Hi friends, I am Nafil Hamza. നമ്മൾ എക്സലിൻ്റെ ബേസിക് ടു അഡ്വാൻസ്ഡ് ക്ലാസ്സസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോ നമ്മളൊരു 3 മാസം മുമ്പാണ് ചെയ്തിരുന്നത്. നമുക്കൊരുപാട് ഓൺലൈൻ ഗൾഫ് അക്കൗണ്ട്സ് ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നത് കാരണം കൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഷെഡ്യൂളാണ് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം കുറച്ച് കണ്ടെത്തിയിട്ട് ഇപ്പോൾ ചെയ്യുകയാണ്. അടുത്ത വീഡിയോകളൊക്കെ വെരി ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. കുറച്ച് ഫങ്ഷൻസ് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ പാർട്ട് 1ൻ്റെ ലിങ്ക് കൊടുക്കാം. ദെൻ ഇത്രയും ഫങ്ഷൻസാണ് ബേസിക്സ് ലെവലിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാൻ പോകണം, കണ്ടിന്യൂ ചെയ്യാൻ പോകണം ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റയിൽ എനിക്കിപ്പോൾ ഇവിടെ ഈ ഹൗസിംഗ് അലവൻസ് എന്നുള്ള പാർട്ടുണ്ട്. ഇതെനിക്ക് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യാം. അത് ചെയ്യാനായിട്ട് നമുക്ക് ഏതാണോ മൂവ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് അമർത്തി പിടിക്കുക. ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഇതിവിടെ കേട്ടോ കറക്റ്റ് ഇതിൽ വെച്ചിട്ട് ഈ പോയിന്റ് വരണം. ഇപ്പുറത്തി പിടിച്ചിട്ടൊന്ന് ട്രാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എന്ത് വന്നു, ഇപ്പുറത്തേക്ക് വന്നു. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഇപ്പുറത്തെ സൈഡിലേക്കുമായി, ഹൗസിംഗ് അലവൻസ് ഇങ്ങോട്ടായി. ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് വേണം കണ്ടോ, ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യുക ഇടുക. ഓക്കെ, അപ്പോൾ അത് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്വൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ പോകുന്നത്, നമുക്കിത് ഈ ബേസിക് ഇതിൻ്റെ ഒരു കോപ്പി, എക്സ്ട്രാ കോപ്പി നമുക്ക് ഇപ്പുറത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ അമർത്തി പിടിക്കുക. നമ്മൾ ആ സെലക്ട് ചെയ്തിട്ടുള്ള ഏരിയ അവിടെ വെച്ചിട്ട് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പ്ലസ് കണ്ടോ, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നമ്മളിങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് എടുക്കുക. അതെ, അപ്പോൾ ഇതിൻ്റെ തന്നെ കോപ്പി നമുക്കിവിടെ എന്ത് ചെയ്തു കിട്ടി, ഒരു വ്യത്യാസമില്ല. കണ്ടോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അൺഡു അടിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കോപ്പി. ഇനി അതല്ല നമുക്കിത് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടേക്ക് ഇടണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അവിടെ നിന്ന് അത് കട്ടായിട്ടാണ് ഇവിടേക്ക് പോയത്. നമുക്ക് കോപ്പി ആണെങ്കിൽ കൺട്രോൾ അമർത്തി പിടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ, ഞാൻ അൺഡു ചെയ്തിടാൻ പോവാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഓട്ടോ സമ്മാണ്. ഓട്ടോ സമ്മ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഓട്ടോ സമ്മ് കാണുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൾട്ട് ഈക്വൽ ടു അടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി, ഓട്ടോ സമ്മ് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ പിടിച്ചിട്ട് ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ എന്ത് കിട്ടി, ഓട്ടോമാറ്റിക് അതിൻ്റെ സമ്മ് കിട്ടി. ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഡേറ്റ്, ഞാനിവിടെ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് 2-ാം തീയതി കൊടുക്കുകയാണ് കേട്ടോ. 2/11/2023 കൊടുത്തു. എനിക്ക് ഈ ഫോർമാറ്റ് അല്ല, ഡേറ്റിന് കുറേ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഫോർമാറ്റ് ചേഞ്ചസ് ചെയ്യാനായിട്ട് ജസ്റ്റ് കീബോർഡിൽ കയറിയിട്ട് ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്തിട്ട് Ctrl 1 പറയുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫോർമാറ്റ് സെൽസിൻ്റെ ലിസ്റ്റ് കിട്ടി. ആ ലിസ്റ്റിൽ ഡേറ്റ്, ഈ ഡേറ്റിൽ ഇഷ്ടംപോലെ ഫോർമാറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമാറ്റിലായിരിക്കും ഇവിടെ വരാം. ഇനി അതല്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ആ കസ്റ്റംസിൽ പോയിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് DDMMMYY, അതായത് ഡേയ്സിന് 2 ഡിജിറ്റ്, മന്തിന് 3 എണ്ണം, ഇയറിന് 2 ഡിജിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് എന്ത് വന്നു, ഇവിടെ ഡേറ്റ് ഫോർമാറ്റ് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓട്ടോ സം. ഇനി ഇൻസർട്ട് കോളം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, കുറച്ച് കോളംസ് ഇൻസർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെച്ചൊന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് Ctrl+ പറഞ്ഞാൽ കണ്ടോ വന്നത് കണ്ടോ, Ctrl+. ഇനി അതെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ വെച്ചിട്ട് Ctrl-. അപ്പോൾ ഇൻസർട്ട് കോളം ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ഇൻസർട്ട് റോ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇത് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് Ctrl+ പറഞ്ഞപ്പോൾ കണ്ടോ അവിടെ ഇൻസർട്ട് റോ വരുന്നത്. അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, Ctrl+ അടിച്ചിട്ട് ഇൻസർട്ട് ചെയ്തു, Ctrl- അടിച്ചിട്ട് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ ഒരു കമൻറ്റ് കൊടുക്കണമെന്ന് വിചാരിക്കുക. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഷിഫ്റ്റ് F2 എന്ന് അടിച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ കാണും. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് നോട്ട് എന്നിട്ട് കാണാം. അപ്പോൾ അത് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതിന് ഞാനൊരു കളർ ഇവിടെ കൊടുത്തു, റെഡ്. ഇതിനും ഒരു കളർ കൊടുത്തു, ഇതിനൊരു ഡിഫറെൻറ്റ് കളർ കൊടുത്തു കേട്ടോ, ഇങ്ങനെ കൊടുത്തു. എനിക്ക് ഇതേ ഒരു പാറ്റേൺ തന്നെ ഇതിലേക്ക് എല്ലാത്തിലേക്കും വരണം, ഇവിടത്തോളം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർമാറ്റ് പെയിൻറ്റർ ഉണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അത്രയും ഏരിയ പിക്ക് ചെയ്യുക. കണ്ടോ, എല്ലാത്തിനും ഒരേപോലത്തെ കളർ വന്നു. അതാണ് ഈ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഞാനൊന്ന് അൺഡു അടിക്കുകയാണ്. ഫൈൻ. Ctrl-Z ആണ് അൺഡു അടിക്കാനുള്ള ഫംഗ്ഷൻ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. Ctrl-Z. ഇനി നമ്മളിതിൽ പറയാൻ പോകുന്നത്, ഇത് ഞാനിവിടെ തൊട്ടപ്പുറത്തൊരു ഷീറ്റ് എടുത്തിട്ട് ഇവിടെ കുറച്ച് ഡാറ്റ കൂടെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇതിൽ കുറച്ചധികം ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം
എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. സ്റ്റാഫ് 1 മുതൽ എനിക്കിതിൻ്റെ ഏറ്റവും താഴത്തെ ഫംഗ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ഡൗൺ ആരോക്ക് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ നേരെ അതിലേക്ക് പോയി. ഇനി മേലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് അപ്പ് ആരോക്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇത് മൊത്തം എനിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും കൺട്രോൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഡൗൺ ആരോക്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ വീണ്ടും ഏറ്റവും മേലേക്ക് പോവുകയാണ്. എനിക്കിത് മൊത്തം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൺട്രോൾ എ എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. കൺട്രോൾ എ എന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മൊത്തം കിട്ടി. ഓക്കെ, ഇനി മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ അപ്പ് ആരോക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, പോയി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇൻസർട്ട് ചെയ്യണമെന്നെങ്കിൽ ഇവിടെ വെച്ചിട്ട് കൺട്രോൾ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഇൻസർട്ട് ചെയ്തു. റിമൂവ് ചെയ്യാനായിട്ട് കൺട്രോൾ മൈനസ്. അപ്പോൾ ഇത്തരം ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, എനിക്ക് ഇതേ ഡാറ്റ, ഈ ഡാറ്റയാണ് എനിക്ക് വേറെ ഒരു ഷീറ്റിലേക്ക് എന്ത് ചെയ്യണം, കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഈ ഷീറ്റിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൂവർ കോപ്പി ഉണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അടിയിൽ ക്രിയേറ്റ് കോപ്പി എന്നിട്ട് കാണാം, ക്രിയേറ്റ് കോപ്പി, അത് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ടു എൻഡ്, ലാസ്റ്റ് ഷീറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മൂവ് ടു എൻഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യും. ഓക്കെ പറയാം. അപ്പോൾ ഇതേ ഷീറ്റ് തന്നെ എന്ത് ചെയ്തു, നമുക്ക് പ്രതി കിട്ടി. ഓക്കെ, ഇനി അത് എനിക്ക് ഫസ്റ്റ് പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊന്ന് ജസ്റ്റ് കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇതേ ഷീറ്റ് 1 ഇവിടെ കിടക്കുന്നുണ്ട്, അതിലേക്ക് വന്നു. ഈ ഷീറ്റ് 1 ഒരു കാര്യം ശ്രദ്ധിക്കുക, എനിക്ക് ജസ്റ്റ് ഇത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് കൺട്രോൾ എ പറഞ്ഞു, നിങ്ങൾക്കറിയാം കൺട്രോൾ സി പറഞ്ഞാൽ കോപ്പിയായി. ഓക്കെ, ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെ വന്നിട്ട് അല്ലെങ്കിൽ വേറൊരു പേജിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ഇതിൻ്റെ പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഫംഗ്ഷനിൽ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ ആണെങ്കിൽ വാല്യൂ എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനുണ്ട്, കണ്ടോ. അപ്പോൾ അങ്ങനെ പല രീതികളിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് ചെയ്യാം. ഇനി ഇതിൽ പറയാനുള്ളൊരു കാര്യം, കൺട്രോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. കൺട്രോൾ എഫ്. ഓക്കെ, പി ഹൗസിംഗ് അലവൻസ്, ഞാനിവിടെ വന്നിട്ട് കൺട്രോൾ എഫ് അടിച്ചു. HSC സെയിം തന്നെ ടൈപ്പ് ചെയ്യാൻ കേട്ടോ, HSC അലവൻസ് എന്ന് കൊടുത്തു. ഈ ഷീറ്റിൽ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഫൈൻഡ് കാണാനായിട്ട് ഇവിടെ വന്നിട്ട് ഫൈൻഡ് നെക്സ്റ്റ് തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് സെലക്ട് ചെയ്തു. ഈ ഷീറ്റിലാകെ വരണമല്ലോ, പക്ഷേ മൊത്തം നമുക്ക് ഈ ഷീറ്റല്ല, ഈ വർക്ക് ബുക്കിൽ മൊത്തം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഈ ഷീറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് വർക്ക് ബുക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫൈൻഡ് ഓൾ പറയാം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് എന്തുണ്ട്, ഈ HSC ഹൗസിംഗ് അലവൻസ് എന്നുള്ളത് കണ്ടോ. ഷീറ്റ് 1 ഷീറ്റ് 3 അതുപോലെ ഷീറ്റ് 4 എവിടെ കിടക്കുന്നു, ഷീറ്റ് 5 കിടക്കുന്നുണ്ട്, ഷീറ്റ് 6 കിടക്കുന്നുണ്ട്, ഇതിലും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയൊക്കെയാണോ അതുള്ളത് അത് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, കാണാനായിട്ട് പറ്റും. അതിന് നമ്മൾ ചെയ്തത് എന്താണ്, ഇവിടെ വന്നിട്ട് കൺട്രോൾ എഫ് അടിച്ചു. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഷീറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് വർക്ക് ബുക്ക് എന്ന് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഫൈൻഡ് ഓൾ പറഞ്ഞപ്പോൾ അത് കിട്ടി. ഓക്കെ, ഇനി മറിച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൗസിംഗ് അലവൻസിന് മാറ്റിയിട്ട് വേറെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ റീപ്ലേസ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ HSC അലവൻസ് എന്നുള്ളത് മൊത്തം മാറിയിട്ട് എന്തായിട്ട് മാറും, ഈ നമ്മൾ കൊടുക്കുന്ന വാക്കായിട്ട് മാറും. ഓക്കെ, ഇത്രയും മാത്രമാണ് ഇന്നത്തെ ഇതിൽ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. ഓക്കെ, ബേസിക് കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.